അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡീസെൻട്രലൈസേഷനെ കുറിച്ചൊക്കെ പഠിച്ചു. ആ സമയത്ത് പഞ്ചായത്ത് രാജിനെ കുറിച്ചിട്ടുള്ള ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് ഉണ്ടല്ലേ. ഓൾറെഡി ഡീസെൻട്രലൈസേഷൻ പഠിച്ചത് കൊണ്ട് പഞ്ചായത്ത് രാജിന്റെ പ്രാധാന്യവും അതിനെ കുറിച്ചുള്ള ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് ഉണ്ട്. അതുപോലെ കുറച്ച് കമ്മിറ്റീസ്, അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് കമ്മിറ്റീസ് ഒക്കെ ജസ്റ്റ് നമ്മളൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏതൊക്കെയാണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്മിറ്റീസ് എന്നൊക്കെ. ഓക്കെ, so we have some idea about decentralized planning. എങ്ങനെയാണ് decentralized planning, the way decentralized planning has taken place എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതിൽ പഞ്ചായത്ത് രാജിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ പഞ്ചായത്ത് രാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഥവാ സ്ക്രീൻ എങ്ങാനും ബ്രേക്ക് ആവുകയാണെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുക ചെയ്യണേ. സോ പഞ്ചായത്ത് രാജ് എന്ന് പറയുന്നത് ഇസ് ദ സിസ്റ്റം or is a system, most effective system that is available in the country for the implementation of decentralized planning. Okay, decentralized planning നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് എന്ത്, പഞ്ചായത്ത് രാജ് സിസ്റ്റം എന്ന് പറയുന്നത്. എന്താണിത്? നോർമലി പറയുകയാണെങ്കിൽ പഞ്ചായത്ത് രാജ് ഈസ് ദ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻ റൂറൽ ഇന്ത്യ എന്നുള്ളതാണ്. പഞ്ചായത്ത് രാജ് ഈസ് ദ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സിസ്റ്റം ഇൻ റൂറൽ ഇന്ത്യ. റൂറൽ ഇന്ത്യയിലുള്ള ഒരു ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സിസ്റ്റത്തിനെയാണ് നമ്മൾ പഞ്ചായത്ത് അല്ലെ അഥവാ പഞ്ചായത്ത് രാജ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വോയിസിൽ പ്രശ്നമൊന്നും ഇല്ലല്ലോ, വോയിസ് ഒക്കെ ക്ലിയർ ആണല്ലോ. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. കമന്റ് ചെയ്താൽ ചിലപ്പോൾ ഞാൻ കാണില്ല, ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യും. ഓക്കെ, സോ ഈ പഞ്ചായത്ത് രാജ് എന്ന് പറയുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ ഈ ഒരു ടേം വർഷങ്ങൾക്ക് മുന്നേ തന്നെ പരാമർശിക്കപ്പെട്ടിട്ടുള്ളതാണ്. അല്ലെങ്കിൽ എന്താ പറയുക, വർഷങ്ങൾക്ക് മുന്നേ തന്നെ പഞ്ചായത്തിനെ കുറിച്ചിട്ടുള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഋഗ്വേദത്തിലൊക്കെ പഞ്ചായത്തിനെ കുറിച്ചിട്ട് ഓൾറെഡി പരാമർശിച്ചിട്ടുണ്ട്. ഓക്കെ, എന്താണ് ആ ഒരു വേർഡിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഗവേണൻസ് ബൈ 5 ഇൻഡിവിജ്വൽസ് ആണ്. അതായത് എ ഗ്രൂപ്പ് ഓഫ് 5 മെമ്പേഴ്സ് ആണ് പഞ്ചായത്ത് എന്ന് അറിയപ്പെടുന്നത്. 5 ആളുകൾ ചേർന്ന് ഭരിക്കുന്ന അല്ലെ, 5 ആളുകളുടെ ഭരണം അല്ലെങ്കിൽ 5 ആളുകളുടെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ പഞ്ചായത്ത് എന്ന് വിളിച്ചിരുന്നത്. ഓക്കെ, 5 വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? എന്താണ്, സ്ക്രീൻ ഓക്കെ അല്ലേ? വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ക്ലാരിറ്റി കുറവാണോ? ജസ്റ്റ് മിനിറ്റ്, ഞാനൊന്ന് വോയിസ് ഒക്കെ ഓക്കെ ആണോ? ഇപ്പൊ എങ്ങനെയുണ്ട് സ്ക്രീന്? കുഴപ്പമുണ്ടോ? സ്ക്രീൻ ഇപ്പൊ ഓക്കെ ആണോ? ഒട്ടും വായിക്കാൻ മനസ്സിലാവുന്നില്ലേ? ചിലപ്പോ എന്തെങ്കിലും നെറ്റ് ഇഷ്യൂ ആയിരിക്കും. ലിൻസി ഇപ്പൊ ഓക്കെ ആണോ? കുറച്ച് ലൈക്ക് ഒട്ടും ക്ലിയർ അല്ലേ സ്ക്രീന്? അത് ചിലപ്പോ റേഞ്ച് ഇഷ്യൂ ആയിരിക്കും കേട്ടോ. അപ്ലോഡ് ചെയ്യുമ്പോൾ എന്തായാലും നോട്ട് ക്ലിയർ ആയിട്ട് തന്നെ ഉണ്ടാവും. ചിലപ്പോ നെറ്റ് ഇഷ്യൂ കാരണമായിരിക്കാം അങ്ങനെ വരുന്നത്. അറിയില്ല, മഴയൊക്കെ ആയിരുന്നല്ലോ, അതുകൊണ്ട് ചിലപ്പോ നെറ്റിന്റെ ഇഷ്യൂ ആയിരിക്കാം. ഓക്കെ, സോ ഒട്ടും ക്ലിയർ അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം. അപ്പൊ നമ്മൾ പറഞ്ഞത് പഞ്ചായത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് 5 മെമ്പേഴ്സിനെയാണ് അല്ലെങ്കിൽ 5 ആളുകളുടെ ഒരു ഭരണത്തിനെയാണ് പഞ്ചായത്ത് എന്ന് അറിയപ്പെട്ടിരുന്നത് അല്ലെ. ദ 5 മെമ്പേഴ്സ് ഓഫ് ദി പഞ്ചായത്ത് ആർ കോൾഡ് പഞ്ചപരമേശ്വർ എന്നാണ് അവർ അറിയപ്പെട്ടിരുന്നത്. ജസ്റ്റ് ഒരു എവല്യൂഷൻ പറയുന്നതാണ് കേട്ടോ. അതായത് ഓൾറെഡി ഈ പഞ്ചായത്ത് രാജ് എന്ന് പറയുന്ന ഒരു ആശയം മുന്നേ തന്നെ നിലവിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഋഗ്വേദങ്ങളിലൊക്കെ ഇതിന്റെ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു.
സോ അവരറിയപ്പെട്ടിരുന്നത് ഋഗ്വേദത്തിൽ അവരറിയപ്പെട്ടിരുന്നത് അല്ലെങ്കിൽ പഞ്ചായത്തിലെ ആ മെമ്പേഴ്സ് അറിയപ്പെട്ടിരുന്നത് പഞ്ചപരമേശ്വർ എന്നാണ്. ഓക്കെ, സോ അതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത് മാത്രം. എന്താണ് പഞ്ചായത്ത് രാജ്? പഞ്ചായത്ത് രാജ് സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു ഏറ്റവും നല്ല മെക്കാനിസം ആണ് പഞ്ചായത്ത് രാജ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ, അല്ലെ? പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻ റൂറൽ ഇന്ത്യ ആണ്. ആ ഒരു ടേം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഗവേണൻസ് ബൈ 5 ഇൻഡിവിജ്വൽസ് ആണ്, അല്ലെ ഒരു ഗ്രൂപ്പ് ഓഫ് 5 പേഴ്സൺസിനെയാണ് പഞ്ചായത്ത് അഥവാ പഞ്ചായത്ത് രാജ് എന്ന് അറിയപ്പെട്ടിരുന്നത്. പഞ്ചായത്ത് എന്ന് പണ്ട് കാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത്. സോ ആ കാലങ്ങളിലൊക്കെ അവർ ചെയ്തുകൊണ്ടിരുന്ന ജോലികൾ എന്ന് പറയുന്നത് അത് പഞ്ചായത്തിൽ ഹാൻഡിൽ ചെയ്തിരുന്ന ജോലികളാണ്. ഒന്ന് ലാൻഡ് ഡിസ്ട്രിബ്യൂഷൻ, അല്ല റവന്യൂ കളക്ഷൻ, വില്ലേജിൽ ഉണ്ടാവുന്ന ചില ഡിസ്പ്യൂട്ട്സുകൾ സെറ്റിൽ ചെയ്യുക, ഇതൊക്കെ ആയിരുന്നു പഞ്ചായത്തുകൾ ഹാൻഡിൽ ചെയ്തിരുന്ന മാറ്റേഴ്സ് എന്ന് പറയുന്നത്. ലാൻഡ് ഡിസ്ട്രിബ്യൂഷനായി ബന്ധപ്പെട്ട് അല്ല റവന്യൂ കളക്ഷൻ, വില്ലേജ് ഡിസ്പ്യൂട്ടുകൾ സെറ്റിൽ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് അവരെ ഹാൻഡിൽ ചെയ്തത്. എന്നാൽ ആ ഒരു സമയത്ത് സെമീൻദാർ സിസ്റ്റം എമർജതോടുകൂടി ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് കുറയാൻ തുടങ്ങി എന്നുള്ളതാണ്. ഓക്കെ, സോ ഈ പഞ്ചായത്ത് രാജിന്റെ ഒരു എവല്യൂഷൻ നോക്കുകയാണെങ്കിൽ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞ അതിന് മുന്നേ തന്നെ ഈ പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബട്ട് ബ്രിട്ടീഷ് ഇയേഴ്സിൽ അല്ലെ ബ്രിട്ടീഷ് റൂളിൽ എങ്ങനെയാണ് ഈ ഒരു പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്തായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതാ പറയുന്നത് ബ്രിട്ടീഷ് അണ്ടർ ദി ബ്രിട്ടീഷ് ദ പഞ്ചായത്ത് സ്റ്റാർട്ട് സ്ലോലി ലോസിങ് ദാറ്റ് സെൽഫ് ഗവേണിംഗ് ക്യാരക്ടർ എന്നാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞ അതിന് മുന്നേ പഞ്ചായത്ത് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അവിടെ അവർ ചെയ്തുകൊണ്ടിരുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ലാൻഡ് ഡിസ്ട്രിബ്യൂഷൻ, റവന്യൂ കളക്ഷൻ തുടങ്ങി അവർക്കൊരു സെൽഫ് ഗവേണിംഗ് ക്യാരക്ടർ ഉണ്ടായിരുന്നു. പക്ഷെ അത് നഷ്ടപ്പെട്ടു തുടങ്ങി ബ്രിട്ടീഷ് ഇയറയിൽ. ആ ഒരു കാര്യം എന്താ പറയുക, ആ ഒരു അധികാരം നോർമലി കുറയാൻ തുടങ്ങി. 1857 അതായത് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിന് ശേഷം ഒരു മിനിറ്റ് ലോക്കൽ സെൽഫ് ഗവൺമെന്റിനെ കുറിച്ച് ബ്രിട്ടീഷ് ഗവൺമെന്റിൽ നിന്ന് ഒരു പരിഗണന ലഭിക്കുന്നത് 1857ലാണ്. ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിന് ശേഷമാണ് ജനങ്ങളുമായിട്ട് പീപ്പിളുമായിട്ട് ഒരു നല്ല ബന്ധം സ്ഥാപിക്കണം എന്ന ബോധ്യം ബ്രിട്ടീഷിന് വരികയും 1857ലാണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റിന് ഒരു ഇമ്പോർട്ടൻസ് ലഭിക്കാൻ തുടങ്ങിയത്. ഓക്കെ, ബ്രിട്ടീഷ് ഇറയില് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നത് 1857ലാണ്. സോ അതിന്റെ ഭാഗമായിട്ട് ദി ക്രിയേറ്റഡ് ഡിസ്ട്രിക്ട് ഫണ്ട്സ്. ഡിസ്ട്രിക്ട് ഫണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ സംസ്ഥാനങ്ങളിലും എന്ത് ചെയ്തു, ഡിസ്ട്രിക്ട് ഫണ്ട്സ് എന്ന് പറയുന്ന ഒരു ഇത് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഡിസ്ട്രിക്ട് ഫണ്ട്സ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തു. എല്ലാ സംസ്ഥാനങ്ങളിലല്ല, പല സംസ്ഥാനങ്ങളിലുമായിട്ട് അവരത് അങ്ങനെ ഒരു സംവിധാനം ക്രിയേറ്റ് ചെയ്തു. ആൻഡ് ഇതിലേക്ക് ഫണ്ട് സമാഹരിക്കാനുള്ള അല്ലെങ്കിൽ ഇതിലേക്ക് ഫണ്ട് ഈടാക്കാനും അല്ലെങ്കിൽ ഫണ്ട് ചുമത്താനുള്ള അധികാരം ആർക്ക് നൽകി? ആ ഡിസ്ട്രിക്ട് എന്താ പറയണ്ടേ അവിടെയുള്ള ആളുകൾക്ക് നൽകി എന്നുള്ളതാണ്. ഡിസ്ട്രിക്ട് ഫണ്ട്സ് എന്ന് പറയുന്ന ഒരു സെറ്റപ്പ്, ഒരു സിസ്റ്റം ഉണ്ടാക്കി. എന്തിനു വേണ്ടിയിട്ടാണ്? സോ അവിടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ലോക്കൽ പീപ്പിളിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അല്ലെ ഡിസ്ട്രിക്ട് ലെവലിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, ബട്ട് ഈ ഫണ്ടുകൾ എന്ന് പറയുന്നത് വളരെ ചെറിയ രീതിയിലുള്ള ഫണ്ടുകളായിരുന്നു അവർക്ക് ഈടാക്കാൻ പറ്റിയത്. സോ അത് ഈ ഫണ്ട് ഡിസ്ട്രിക്ട് ഫണ്ട് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തെങ്കിലും അതിലേക്ക് ഫണ്ട് സമാഹരിക്കാൻ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ലെവി സെസ് ചുമത്താനും ലാൻഡ് റവന്യൂ കളക്ട് ചെയ്യാനും ഇതിനൊക്കെയുള്ള അധികാരം എന്ന് പറയുന്നത് ആർക്ക് നൽകി? അവിടെയുള്ള ആളുകൾക്ക് തന്നെ നൽകി, അല്ലെങ്കിൽ ലോക്കൽ പീപ്പിളിന് തന്നെ നൽകി എന്നുള്ളതാണ്. സോ അതായത് ലാൻഡിന്റെ മേല, എഡ്യൂക്കേഷന്റെ മേല, ഇതിന്റെ മേലെയെല്ലാം സെസ് ചുമത്തിക്കൊണ്ട് ഫണ്ട് ഈടാക്കാനുള്ള അധികാരം നൽകി. പക്ഷെ ഈ ഫണ്ടുകൾ വളരെ ചെറുതായിരുന്നു. അതുകൊണ്ട് തന്നെ റൂറൽ ഇതിലേക്ക് അല്ലെങ്കിൽ ഒരു ഗ്രാമതലത്തിലേക്ക് വരുമ്പോൾ ജനങ്ങളെ പങ്കാളികളാക്കിക്കൊണ്ടുള്ള വലിയ മാറ്റങ്ങളൊന്നും കൊണ്ടുവരാൻ ഈ ഒരു ഡിസ്ട്രിക്ട് ഫണ്ട് എന്ന് പറയുന്ന ഈ ഒരു സെറ്റപ്പിന് സാധിച്ചില്ല. ഓക്കെ, ജസ്റ്റ് ഇതിന്റെ ഒരു എവല്യൂഷൻ മനസ്സിലാക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇത് പഞ്ചായത്ത് രാജ് സിസ്റ്റം എന്ന് പറയുന്നത്
ബ്രിട്ടീഷ് ഗവൺമെന്റ് പീരീഡിൽ എങ്ങനെയായിരുന്നു എന്നുള്ളത്. അതിന്റെ തുടക്കത്തിലൊന്നും തന്നെ പഞ്ചായത്ത് അല്ലെങ്കിൽ ലോക്കൽ ഗവൺമെന്റ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന് പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. ആദ്യം കാലങ്ങളിൽ പഞ്ചായത്ത് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അവർക്ക് ഒരു ഗവേണിംഗ് ക്യാരക്ടർ ഉണ്ടായിരുന്നു, സെൽഫ് ഗവേണിംഗ് ക്യാരക്ടർ ഉണ്ടായിരുന്നു. പക്ഷെ അത് ബ്രിട്ടീഷ് എറയിലേക്ക് വന്നേരം ആ ഒരു സെൽഫ് ഗവേണിംഗ് ക്യാരക്ടർ തനിയെ നശിച്ചു പോകാൻ തുടങ്ങി. 1857 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിന് ശേഷമാണ് ഈ ഒരു ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കുറച്ചുകൂടി അറ്റൻഷൻ ലഭിക്കുന്നത്. സോ അതിന്റെ ഭാഗമായിട്ട് അവര് ഒരു ഡിസ്ട്രിക്ട് ഫണ്ട് സെറ്റപ്പ് ചെയ്തു. പക്ഷെ ഡിസ്ട്രിക്ട് ഫണ്ട് ഒന്നും എന്താ പറയണ്ടേ, അത്ര രീതിയിൽ മികച്ചതാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. കാരണം ഫണ്ടുകൾ, പിരിച്ചെടുത്ത ഫണ്ടുകൾ വളരെ ചെറുതായിരുന്നു എന്നതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഗ്രാമതലത്തിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്താൻ കഴിഞ്ഞിരുന്നില്ല. ദെൻ എനദർ ബ്രിട്ടീഷ് എറയിൽ നടന്ന മറ്റൊരു ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറയുന്നത്, അതായത് ഫസ്റ്റ് അവർ ലോക്കൽ പാർട്ടിസിപ്പേഷൻ, ഈ ഒരു ഡിസ്ട്രിക്ട് ഫണ്ട് സെറ്റപ്പ് ചെയ്തുകൊണ്ട് ലോക്കൽ പാർട്ടിസിപ്പേഷൻ, ജനങ്ങളെ പങ്കാളികളാക്കാൻ വേണ്ടിയിട്ട് ലോക്കൽ പാർട്ടിസിപ്പേഷന് ശ്രമിച്ചെങ്കിലും അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് കളക്ട് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ഓക്കെ, സോ അനദർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബ്രിട്ടീഷ് എറയിൽ നടന്നിട്ടുള്ള മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ലോർഡ് മയോസ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് പിന്നീട് 1857 ഡിസ്ട്രിക്ട് ഫണ്ട് സെറ്റപ്പ് ചെയ്തെങ്കിലും 1870 അന്ന് വൈസ്രോയി ആയിരുന്ന ലോർഡ് മയോ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി. 1870 വൈസ്രോയി ആയിരുന്ന ലോർഡ് മയോ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി. ഈ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്, ഈ ഒരു പ്രമേയത്തിന് വാസ് കൺസിഡേർഡ് ആസ് ആൻ ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ ഒരു ലാൻഡ് മാർക്ക് ഇൻ സെൽഫ് ഗവൺമെന്റ്, ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ ഒരു ലാൻഡ് മാർക്കായിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്ന ഒരു റെസൊല്യൂഷൻ ആണ് ലോർഡ് മയോസ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. 1870 ഇത് പാസ്സാക്കിയത്. ഇസ് എ ലാൻഡ് മാർക്ക് ഓർ ഇമ്പോർട്ടന്റ് റെസൊല്യൂഷൻ ഇൻ ദി ഹിസ്റ്ററി ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ ഇതെന്തായിരുന്നു ഈ ഒരു റെസൊല്യൂഷന്റെ ലക്ഷ്യം എന്നുള്ളതാണ്. ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, അതായത് ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ എമർജൻസിന് അല്ലെങ്കിൽ എവല്യൂഷന് ബ്രിട്ടീഷ് റൂളിന്റെ കാലഘട്ടത്തിൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ എമർജൻസിന് കാരണമായിട്ടുള്ള ഒരു റെസൊല്യൂഷൻ ആണിത്. സോ ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ടു എൻലാർജ് പവേഴ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് പ്രൊവിൻഷ്യൽ ഗവൺമെന്റ്സ് എന്നുള്ളതാണ്. കൂടുതൽ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും പ്രാദേശിക ഗവൺമെന്റിന് നൽകുക. നിലവിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിനാണ് കൂടുതൽ അധികാരങ്ങളും റെസ്പോൺസിബിലിറ്റീസും പവേഴ്സും ഒക്കെ ഉള്ളത്. സോ ഇത് എന്ത് ചെയ്യാം, ഇത് കുറച്ചുകൂടി പ്രാദേശിക ഗവൺമെന്റിന് നൽകുക. അതുവഴി ഗ്രാമങ്ങളുടെ വികസനത്തിന് വഴിയൊരുക്കുക, അല്ലെങ്കിൽ ജനങ്ങളെ പങ്കാളികളാക്കുക. അങ്ങനെയുള്ള ജനങ്ങളെ പങ്കാളികളാക്കി വികസനത്തിന് വഴിയൊരുക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. സോ ഈ ഒരു റെസൊല്യൂഷൻ വഴി കൂടുതൽ പ്രാധാന്യം ലഭിച്ച മേഖലകളാണ് ലോക്കൽ വർക്സിൽ. അവർ കൂടുതലും ഫോക്കസ് ചെയ്തത് ലോക്കൽ പബ്ലിക് വർക്സിലാണ്. അതായത് റോഡ്, പാലം, അങ്ങനെയുള്ള കാര്യങ്ങൾ, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ, റോഡ്, പാലം തുടങ്ങിയവ നിർമ്മിക്കുക. അതുപോലെ പബ്ലിക് ഹെൽത്ത്, സാനിറ്റേഷൻ, എഡ്യൂക്കേഷൻ തുടങ്ങിയ മേഖലകൾക്കാണ് ഈ ഒരു റെസൊല്യൂഷനിൽ പ്രകാരം കൂടുതലും പ്രാധാന്യം ലഭിച്ചിരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കേൾക്കാനല്ലേ? കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് റൂളിലുള്ള പഞ്ചായത്ത് രാജ് എന്ന് മാത്രമേ നമ്മുടെ എന്തിലുള്ളൂ, സിലബസിലുള്ളൂ. സോ അതിൽ ഏതൊക്കെ വരുന്ന നമുക്ക് പറയാൻ പറ്റില്ല. ജസ്റ്റ് അതിന്റെ ഒരു എവല്യൂഷൻ ഒന്ന് പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. സോ അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റെസൊല്യൂഷൻ ആണ് ലോർഡ് മയോസ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അത് ഒരു പേര്, വൈസ്രോയി ആയിരുന്ന ലോർഡ് മയോ പാസ്സാക്കിയ ഒരു റെസൊല്യൂഷൻ ആണ്. ഇസ് കൺസിഡർഡ് ആസ് ആൻ ഇമ്പോർട്ടന്റ് ഓർ ലാൻഡ്മാർക്ക് ഇൻ ദി എവല്യൂഷൻ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ്. ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ എവല്യൂഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് കൺസിഡർ ചെയ്യുന്നത് ഈ ഒരു റെസൊല്യൂഷൻ ആണ് എന്നുള്ളതാണ്. മെയിൻ ആയിട്ടും അതിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എൻലാർജ് പവേഴ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് പ്രൊവിൻഷ്യൽ ഗവൺമെന്റ്സ് എന്നുള്ളതാണ്. അത് ബ്രിട്ടീഷ് ഗവൺമെന്റ് കുറച്ചും കൂടി ജനങ്ങളെ പങ്കാളികളാക്കിക്കൊണ്ടുള്ള ഒരു ജനങ്ങളെയും കൂടി പങ്കാളികളാക്കിക്കൊണ്ടുള്ള ഒരു എന്താ പറയുക, പ്രാദേശിക ഗവൺമെന്റിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് നടത്തുക എന്നതായിരുന്നു.
സോ ദെൻ അനദർ ഒരു റെസൊല്യൂഷൻ ആണ് 1882 ഉണ്ടായിട്ടുള്ള ലോർഡ് റിപ്പൺസ് റെസൊല്യൂഷൻ എന്ന് പറയും. ഓക്കെ, പിന്നീട് 1882 ലോർഡ് റിപ്പൺ പ്രഭു ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി. ഈ ഒരു റെസൊല്യൂഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദിസ് റെസൊല്യൂഷൻ ഈസ് കോൾഡ് മാഗ്ന കാർട്ട ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ്. ഓക്കെ, മാഗ്ന കാർട്ട ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്നാണ് ഈ ഒരു ലോർഡ് റിപ്പൺസ് റെസൊല്യൂഷൻ അറിയപ്പെടുന്നത്. മാഗ്ന കാർട്ട ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്നറിയപ്പെടുന്ന റെസൊല്യൂഷൻ ഏതാണ്? ലോർഡ് റിപ്പൺസ് റെസൊല്യൂഷൻ ആണ്. ലോർഡ് റിപ്പൺ പ്രഭു 1882 പാസാക്കിയ പ്രമേയമാണ്. സോ അദ്ദേഹം അറിയപ്പെടുന്നത് ഫാദർ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻ ഇന്ത്യ എന്നാണ്. ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ലോർഡ് റിപ്പൺ ആണ്. അദ്ദേഹത്തിന്റെ റെസൊല്യൂഷൻ അറിയപ്പെടുന്നത് മാഗ്ന കാർട്ട ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്നാണ്. ഓക്കെ, സോ ഈ ഒരു റെസൊല്യൂഷനിലൂടെ ലോർഡ് മയോയുടെ റെസൊല്യൂഷനിലൂടെ ലോർഡ് മയോ മുന്നോട്ട് വെച്ച ആശയങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ലോർഡ് റിപ്പൺ ശ്രമിച്ചത് എന്നുള്ളതാണ്. ലോർഡ് മയോ ഇതിനു മുന്നേ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയിരുന്നു. അദ്ദേഹം കൂടുതലും ഫോക്കസ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ റെസൊല്യൂഷൻ വഴി കൂടുതലും പ്രാധാന്യം ലഭിച്ച മേഖലകൾ എന്താണ്? ലോക്കൽ വർക്ക്സും ഹെൽത്തും സാനിറ്റേഷനും എഡ്യൂക്കേഷനും ഒക്കെ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പവേഴ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഗവൺമെന്റ്, പ്രാദേശിക ഗവൺമെന്റിന്റെ പവേഴ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഈ ലോർഡ് മയോ മുന്നോട്ട് വച്ച ഈ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ഈ ആശയങ്ങൾ നടപ്പിലാക്കാനാണ് ലോർഡ് റിപ്പൺ ശ്രമിച്ചത്. ഓക്കെ, ലോർഡ് റിപ്പൺ ശ്രമിച്ചത്. സോ ലോർഡ് റിപ്പന്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് മാഗ്ന കാർട്ട ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഈസ് ദ ഫൗണ്ടേഷണൽ ഡോക്യുമെന്റ് ഫോർ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയാം കേട്ടോ. ഡീസെൻട്രലൈസേഷന്റെ ഒരു ഫൗണ്ടേഷണൽ ഡോക്യുമെന്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഫൗണ്ടേഷണൽ ഡോക്യുമെന്റ് ഫോർ ഡീസെൻട്രലൈസേഷൻ എന്നാണ് ഈ ഒരു റെസൊല്യൂഷൻ അറിയപ്പെടുന്നത്. ഓക്കെ, സോ അദ്ദേഹം മയോയുടെ റെസൊല്യൂഷൻസിന് പ്രാധാന്യം നൽകിയത്, അല്ലെങ്കിൽ മയോയുടെ റെസൊല്യൂഷൻസ് ആശയങ്ങൾ നടപ്പിലാക്കാനാണ് ശ്രമിച്ചത്. ആൻഡ് ഹി ഗീവ് ഇമ്പോർട്ടൻസ് ടു ബോത്ത് അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസി ആൻഡ് പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ. അദ്ദേഹം പ്രാധാന്യം നൽകിയ രണ്ട് മേഖലകളാണ് അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസി, അതായത് പ്രാദേശിക ഭരണകൂടങ്ങളെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതായത് പ്രാദേശിക ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ എഫിഷ്യൻസി, അല്ലെ ലോക്കൽ ഗവൺമെന്റിന്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, അല്ലെ പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ നൽകുന്നു ജനങ്ങൾക്കും അതുപോലെ അവിടെയുള്ള ജനപ്രതിനിധികൾക്കും ഒക്കെ ഡെമോക്രസിയെ പറ്റിയിട്ട് അല്ലെ എഡ്യൂക്കേഷൻ കൊടുക്കുക, അവരെ കൂടുതലും എഡ്യൂക്കേറ്റഡ് ആക്കുക, ഒരു പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ അവർക്ക് നൽകുക എന്നുള്ളതാണ്. ലോക്കൽ ലെവലിൽ ഒരു പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ നൽകുക എന്നുള്ളതാണ് അദ്ദേഹം കൂടുതലും പ്രാധാന്യം കൊടുത്ത രണ്ട് മേഖലകൾ. ഒന്ന് പൊളിറ്റിക്കൽ എഡ്യൂക്കേഷനും പിന്നെ ഒന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണകൂടത്തിന്റെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ അദ്ദേഹം വിശ്വസിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിരുന്നത് അഡ്മിനിസ്ട്രേഷനിൽ ഭരണത്തിന് കൂടുതലും ലോക്കൽ പാർട്ടിസിപ്പേഷൻ ജനപങ്കാളിത്തം ഉണ്ടാകുമ്പോഴാണ് ജനങ്ങൾക്ക് രാഷ്ട്രീയ ബോധം വരുന്നത്. സോ അതുകൊണ്ട് എന്ത് ചെയ്യണം? അവർക്ക് ഒരു പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ കൊടുക്കണം, അവരെ ജനങ്ങളെ കൂടി അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമാക്കണമെന്നാണ് അദ്ദേഹവും വിശ്വസിച്ചിരുന്നത്. ഓക്കെ, സോ പിന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ കൂടുതലും ഫോക്കസ് ചെയ്തത് ടൗൺസിലായിരുന്നു എന്നുള്ളതാണ്. റിപ്പൺസ് റെസൊല്യൂഷൻ ഫോക്കസ്ഡ് ഓൺ ടൗൺസ്. ജനങ്ങൾക്ക് ഭരണ പങ്കാളിത്തം നൽകാൻ അദ്ദേഹം ശ്രമിച്ചെങ്കിലും ബ്രിട്ടീഷ് ഈ ആശയത്തിനെ എതിർത്തു. അദ്ദേഹത്തിന്റെ റെസൊല്യൂഷനിൽ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ബ്രിട്ടീഷ് ഗവൺമെന്റ് ഈ ഒരു ആശയത്തിനെ എതിർത്തു. ജനങ്ങൾക്ക് അധികാരം നൽകിയാൽ അവരുടെ നിയന്ത്രണം കുറയുമെന്ന് അവർ കരുതി. സോ ഇതൊന്നും നടപ്പിലാക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ഓക്കെ, ലോർഡ് മയോയുടെ റെസൊല്യൂഷൻ ഒന്ന് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ലോർഡ് റിപ്പൺസ് റെസൊല്യൂഷൻ, മാഗ്ന കാർട്ട ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്നറിയപ്പെടുന്നത് റിപ്പണിന്റെ റെസൊല്യൂഷൻ ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഫൗണ്ടേഷണൽ ഡോക്യുമെന്റ് ഫോർ ഡീസെൻട്രലൈസേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം പ്രാധാന്യം നൽകിയ രണ്ട് മേഖലകൾ, ഒന്ന് അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസിയും പൊളിറ്റിക്കൽ എഡ്യൂക്കേഷനും. ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ കാര്യങ്ങൾ ഓർത്തിരിക്കാം. മാഗ്ന കാർട്ട, അതുപോലെ ഫാദർ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്നറിയപ്പെടുന്നത് ലോർഡ് റിപ്പൺ ആണെന്നുള്ള. ഓക്കെ,
ഞാൻ പറഞ്ഞല്ലോ ഈ 2 റെസൊല്യൂഷൻസും എന്താണ് നടപ്പിലായൊന്നുമില്ല. കാരണം ബ്രിട്ടീഷ് ഗവൺമെന്റ് ശക്തമായിട്ട് ഈ 2 റെസൊല്യൂഷനെയും എതിർത്തു എന്നുള്ളതാണ്. ജനങ്ങൾക്ക് അധികാരം നൽകി കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഒരു കൺട്രോൾ ഓവർ പീപ്പിൾ എന്ന് പറയുന്നത് നഷ്ടപ്പെടുമെന്ന് അവർ ഭയന്നിരുന്നു. സോ ഈ ഒരു റെസൊല്യൂഷൻ മുന്നോട്ട് പോയില്ല എന്നുള്ളതാണ്. ദെൻ അനദർ ആയിട്ട് വന്ന ഒരു കമ്മീഷനാണ് പഞ്ചായത്ത് രാജ് അല്ലെങ്കിൽ മായി ബന്ധപ്പെട്ട് നിലവിൽ വന്ന ഒരു ബ്രിട്ടീഷ് ടൈം പീരീഡിൽ ഉണ്ടായുള്ള ഒരു കമ്മീഷനാണ് റോയൽ കമ്മീഷൻ ഓൺ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് പഞ്ചായത്ത് രാജിലൂടെയാണ് ഡീസെൻട്രലൈസേഷൻ നടപ്പിലാക്കണമെന്ന് പറഞ്ഞത് അല്ലെ. സോ ഈ ഒരു കമ്മീഷൻ റോയൽ കമ്മീഷന്റെ ഹെഡ് എന്ന് പറയുന്നത് CEH ഹോബ് ഹൗസ് ആയിരുന്നു. ചാൾസ് EH ഹോബ് ഹൗസ് എന്ന് പറയുന്നത്. പഴയ പഞ്ചായത്ത് സംവിധാനത്തിന് ഇവർ ശ്രമിച്ചുകൊണ്ടിരുന്നത് മുന്നേ ഉണ്ടായിരുന്നത് നമ്മൾ പറഞ്ഞല്ലോ ഋഗ്വേദങ്ങളിലും മറ്റും ഉണ്ടായിരുന്ന ആ ഒരു പഞ്ചായത്ത് സംവിധാനത്തിന് തിരിച്ചു കൊണ്ടുവരിക എന്നതായിരുന്നു ഈ ഒരു റോയൽ കമ്മീഷന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. സോ ഈ റോയൽ കമ്മീഷൻ ശ്രമിച്ചത് എന്താണ്, ആ ഒരു ലോക്കൽ സെൽഫ് ഗവൺമെന്റ് അല്ലെ പഴയ പഞ്ചായത്ത് ഏജ് ഓൾഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് പഞ്ചായത്തിനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഈ റോയൽ കമ്മീഷന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, സോ അവർ അതിനു വേണ്ടിയിട്ട് അവരുടെ ഒരു മേജർ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡന്റ് പവർ അല്ലെങ്കിൽ ഒരു ഫിനാൻസ് പഞ്ചായത്തിന് നൽകുക എന്നുള്ളതാണ്. ഗ്രാൻഡിങ് സം പവേഴ്സ് ടു ദി പഞ്ചായത്ത്, ഒരു ഫൈനാൻഷ്യൽ പവർ എന്ത് ചെയ്യുക പഞ്ചായത്തിന് നൽകുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ഇൻഡിപെൻഡന്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു ഈ ഒരു കമ്മീഷന്റെ റെക്കമെൻഡേഷൻ. സോ അങ്ങനെ ഒരു ഗ്രാമതലത്തിലേക്ക് അല്ലെ ഒരു റൂറൽ സിറ്റുവേഷനിലേക്ക് റൂറൽ സിസ്റ്റത്തിലേക്ക് ഭരണം ആരംഭിക്കുക അല്ലെങ്കിൽ ഒരു ലോക്കൽ ലെവലില് ഭരണം നടപ്പിലാക്കുക. അതുപോലെ പഞ്ചായത്തുകൾക്ക് ഇൻഡിപെൻഡന്റ് പവർ ഫിനാൻഷ്യൽ പവർ നൽകുക എന്നൊക്കെ ആയിരുന്നു ഈ ഒരു കമ്മീഷന്റെ റെക്കമെൻഡേഷൻ. അതിലൂടെ എന്ത് ചെയ്യുക പഴയ ഒരു പഞ്ചായത്ത് ഒരു സെൽഫ് ഗവേണിംഗ് പഞ്ചായത്തിനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് റോയൽ കമ്മീഷൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, സോ പിന്നീട് ഉണ്ടായിട്ടുള്ള ഒരു റിഫോം, അതായത് പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട് ഈ ഒരു ബ്രിട്ടീഷ് ടൈമിൽ ഉണ്ടായിട്ടുള്ള ഒരു റിഫോമാണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് എന്ന് പറയുന്നത്. മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് എന്ന് പറയുന്നത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സീരീസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ ചേഞ്ചസിനെയാണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോം എന്നറിയപ്പെടുന്നത്. ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻ 1990. ഭരണത്തിൽ ജനങ്ങളുടെ പങ്കാളിത്തം അല്ലെങ്കിൽ ലോക്കൽ പാർട്ടിസിപ്പേഷൻ അഥവാ പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഈ ഒരു ആക്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയത്. അതായത് ഈ ഒരു ആക്ട് ആണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് എന്നറിയപ്പെടുന്നത്. ഒരു സീരീസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ ചേഞ്ചസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് വിളിക്കാം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഓക്കെ, അത് ചില കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോമുകളാണ് ഈ ഒരു മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞതുപോലെ തന്നെ ലോക്കൽ പാർട്ടി എല്ലാത്തിന്റെയും ലക്ഷ്യം ഡീസെൻട്രലൈസേഷൻ ആണ്. ഡീസെൻട്രലൈസേഷന് വേണ്ടിയിട്ടാണ് അല്ലെ പഞ്ചായത്ത് എന്ന് പറയുന്ന ഒരു സംവിധാനം വേണമെന്ന് അല്ലെങ്കിൽ ലോക്കൽ പാർട്ടിസിപ്പേഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പഞ്ചായത്ത് എന്ന് പറയുന്ന ഒരു സിസ്റ്റം വേണം എന്ന് പറയുന്നത്. സോ ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു റിഫോം പാസ്സാക്കിയത്, ഇങ്ങനെ ഒരു ആക്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയത്. ഇതിനുശേഷം പല പ്രൊവിൻസസിലും പഞ്ചായത്ത് ആക്ടുകൾ പാസ്സാക്കുകയും ഗ്രാമപഞ്ചായത്തുകൾ സ്ഥാപിക്കുകയും ചെയ്തു. അതാണ് പറയുന്നത് 1925 എന്തിട്ടു 88 പ്രൊവിൻസസിൽ പഞ്ചായത്ത് ആക്ടുകൾ പാസ്സാക്കി. അതുപോലെ 26 6 നേറ്റീവ് സ്റ്റേറ്റ്സുകളിലും പഞ്ചായത്ത് നിയമങ്ങൾ പാസ്സാക്കി പഞ്ചായത്തുകൾ സ്ഥാപിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതിന്റെ ഭാഗമായിട്ട്. ഓക്കെ, ഓൾസോ ഇതിന്റെ ഭാഗമായിട്ട് ഒരു ദയാഭരണം അല്ലെങ്കിൽ ഒരു ഡയാർക്കി സിസ്റ്റം എന്ന് പറയുന്നത് ദയാഭരണം എന്ന് പറയും. ഡയാർക്കി സിസ്റ്റം നിലവിൽ വന്നു. ഈ ഡയാർക്കി പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ഒരു കമ്മ്യൂണിറ്റീനെ 2 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചു. അതായത് ഒന്നില് റിസർവ്ഡ് ഗ്രൂപ്പും പിന്നെ ഒന്നില് ട്രാൻസ്ഫേർഡ് ഗ്രൂപ്പ് എന്ന് പറയും. ഇങ്ങനെ 2 സിസ്റ്റം വന്നു. ഈ റിസർവ്ഡ് എന്ന് പറയുമ്പോൾ
ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള ചില വിഷയങ്ങളാണ് ഈ റിസർവ്ഡ് കാറ്റഗറിയിൽ വരുന്നത്. ഓക്കെ, അതായത് ലോ ആൻഡ് ഓർഡർ, ഇതിന്റെ ഒക്കെ അധികാരം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണ്. ലോ ആൻഡ് ഓർഡർ, ഫിനാൻസ്, ഇറിഗേഷൻ തുടങ്ങി കുറെ കാര്യങ്ങൾ ആണ് ഈ ഒരു ഗ്രൂപ്പിൽ വരുന്നത്. ട്രാൻസ്ഫേർഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ മന്ത്രിമാരുടെ നിയന്ത്രണത്തിലുള്ള ചില കാര്യങ്ങളാണ് ഈ ഒരു ട്രാൻസ്ഫേർഡ് ഗ്രൂപ്പിൽ വരുന്നത്. അതായത് ഹെൽത്ത്, എഡ്യൂക്കേഷൻ, അഗ്രികൾച്ചർ ഇങ്ങനെയുള്ള ഒരു സംവിധാനങ്ങളായിരുന്നു ഈ ഒരു ഗ്രൂപ്പിന്റെ അണ്ടറിൽ വരുന്നത്. അതായത് രണ്ട് ഡയാർക്കി പീരീഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിന്റെ ഭാഗമായിട്ട് വന്ന ഒരു ഭരണം, ഒരു അഡ്മിനിസ്ട്രേഷൻ ആണ് ഡയാർക്കി എന്ന് പറയുന്നത്. സോ അവിടെ എന്ത് ചെയ്യുന്നു, രണ്ട് ഗ്രൂപ്പുകളായിട്ട് ക്ലാസിഫൈ ചെയ്തു. സോ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുമ്പം കുറച്ചുകൂടി പ്രാദേശിക ഭരണം കൂടുതൽ ശക്തമാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും മിനിസ്ട്രീസിനൊന്നും കൂടുതൽ പ്രാധാന്യം, മിനിസ്ട്രീസ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഈ ഒരു സിസ്റ്റവും നടപ്പിലായില്ല. ഓക്കെ, മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരുപാട് കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോമുകളാണ് ഈ മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോം എന്നറിയപ്പെടുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. സോ ഇതിന്റെ ഭാഗമായിട്ട് പഞ്ചായത്തുകൾ നിലവിൽ വന്നു, കുറെ പഞ്ചായത്ത് നിയമങ്ങളും പഞ്ചായത്തുകളും നിലവിൽ വന്നു. അതിന്റെ ഭാഗമായിട്ട് ഒരു ഡയാർക്കി അഡ്മിനിസ്ട്രേഷൻ നിലവിൽ വന്നു എന്നുള്ളതല്ല, ഡയാർക്കി ഭരണം ഏർപ്പെടുത്തി അവിടെ രണ്ട് ഗ്രൂപ്പുകൾ വന്നു. പക്ഷെ ഇതും എന്താണ്, പ്രാദേശിക ഭരണം അല്ലെ ലോക്കൽ പാർട്ടിസിപ്പേഷൻ ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ഇത് നടപ്പിലായില്ല എന്നുള്ളതാണ്. മിനിസ്ട്രീസ് ഇതിന് വേണ്ട രീതിയിലുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത് കൊണ്ട് തന്നെ അതും ഒരു ഫ്ലോപ്പ് ആയിട്ടുള്ള കാര്യമായിരുന്നു. ഓക്കെ, പിന്നീട് വന്ന ഒരു കമ്മീഷനാണ് സൈമൺ കമ്മീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സൈമൺ കമ്മീഷൻ നിലവിൽ വന്നത് 1927 1927 ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയോഗിച്ച ഒരു കമ്മീഷനാണ് സൈമൺ കമ്മീഷൻ എന്ന് പറയുന്നത്. ഈ സൈമൺ കമ്മീഷൻ ഈസ് ഓൾസോ കോൾഡ് ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ, ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എന്നും ഇത് അറിയപ്പെടുന്നത്. ഓക്കെ, ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എന്നും ഈ ഒരു കമ്മീഷൻ അറിയപ്പെടുന്നുണ്ട്. ഇത് പഞ്ചായത്ത് രാജുമായിട്ട് ഡയറക്ട്ലി ലിങ്ക്ഡ് അല്ല, നോട്ട് ഡയറക്ട്ലി ലിങ്ക്ഡ് ടു പഞ്ചായത്ത് രാജ്, അല്ലെങ്കിൽ ഡയറക്ട്ലി ബന്ധപ്പെട്ട ഒരു കമ്മീഷൻ അല്ല. ഇത് നിലവിൽ വന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലുണ്ടായ ഭരണഘടനാ പുരോഗതികൾ അല്ലെ ഭരണഘടനാ പരിഷ്കാരങ്ങൾ, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്സുകൾ എന്തൊക്കെയാണ്, അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ കുറിച്ചും പിന്നീട് വന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ പരിഷ്കാരങ്ങളെ കുറിച്ചും പഠിക്കുന്നതിനും അല്ലെങ്കിൽ അതിനെ വിലയിരുത്തുന്നതിനും വേണ്ടിയിട്ട് നിലവിൽ വന്ന ഒരു കമ്മീഷൻ ആയിരുന്നു സൈമൺ കമ്മീഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ് എൻക്വയറിംഗ് ഇൻ ടു ദി വർക്കിംഗ് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്നുള്ളതാണ്. സോ പഞ്ചായത്ത് രാജുമായിട്ട് ഡയറക്ട്ലി റിലേറ്റഡ് അല്ല ഈ ഒരു സൈമൺ കമ്മീഷൻ എന്ന് പറയുന്നത്. 1927 ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയോഗിച്ച ഒരു കമ്മീഷൻ ആണ്, ബട്ട് നോട്ട് ഡയറക്ട്ലി റിലേറ്റഡ് ടു പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഭരണഘടനയെ കുറിച്ച് അല്ലെങ്കിൽ ഭരണഘടനാ പരിഷ്കാരങ്ങളെ കുറിച്ച് ഇവാലുവേറ്റ് ചെയ്യാം, അതിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുക എന്നുള്ളതായിരുന്നു. ബട്ട് ഇറ്റ് എൻക്വയറിംഗ് ദ വർക്കിംഗ് ഓഫ് സെൽഫ് ഗവൺമെന്റ് and suggesting some measures for the improvement for local self government. ലോക്കൽ ഗവൺമെന്റിന്റെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ള ചില മെഷേഴ്സുകളും ഈ ഒരു കമ്മീഷൻ സജസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. കമ്മീഷൻ കണ്ടെത്തിയ ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ ഫങ്ഷനിങ്ങിന്റെ ഒരു ഡ്രോബാക്ക് അല്ലെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളുടെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞത് ഇനാഡിക്വേറ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ റിസോഴ്സസ് ഇല്ല എന്നുള്ളതാണ്. ആഡിക്വേറ്റ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ഇല്ല എന്നുള്ളതാണ്. അതായത് ഫിനാൻഷ്യൽ റിസോഴ്സസ് ഇനാഡിക്വേറ്റ് ആണ് എന്നുള്ളതാണ് അദ്ദേഹം കണ്ടെത്തിയ ഒരു കാര്യം എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ റിസോഴ്സസ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു മുന്നോട്ട് വെച്ച ഒരു മെഷർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് അനദർ എഫ് എന്ന് പറയുന്നത്. ദെൻ അനദർ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു, 1937 പോപ്പുലർ മിനിസ്ട്രീസ് നിലവിൽ വന്നു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നമ്മൾ പറഞ്ഞു, മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് ഭാഗമായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വരുന്നു. ഇത് പ്രകാരം 1937 നിലവിൽ വന്ന ഒന്നാണ് പോപ്പുലർ മിനിസ്ട്രി അഥവാ മന്ത്രിസഭകൾ എന്ന് പറയും. ജനപ്രതിനിധി മന്ത്രിസഭകൾ, പോപ്പുലർ മിനിസ്ട്രീസ് രൂപീകരിച്ചു. ഇതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ലോക്കൽ ബോഡീസിനെ കൂടുതൽ സെയിം കാര്യം തന്നെ, ലോക്കൽ ബോഡീസിൽ പീപ്പിൾ പാർട്ടിസിപ്പേഷൻ കൂട്ടുക എന്നുള്ളതായിരുന്നു. പക്ഷെ വേൾഡ് വാർ ഒക്കെ കാരണം ഇത് റിസൈൻ ചെയ്യപ്പെട്ടു.
പിന്നീട് അങ്ങോട്ട് 47 വരെ ഒരു 1 man റൂൾ ആയിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, 47 വരെ അല്ലെങ്കിൽ നമുക്ക് ഇൻഡിപെൻഡൻസ് വരെ ഒരു 1 man റൂൾ ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് പഞ്ചായത്ത് രാജ് അല്ലെങ്കിൽ നമ്മളെ ലോക്കൽ സെൽഫ് ഗവൺമെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഡ്യൂറിങ് ബ്രിട്ടീഷ് റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, കൺഫ്യൂഷൻ ഉണ്ടോന്ന് അറിയില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു അല്ലെ. ഒരു ഏകദേശം ഒരു 6 മാസത്തിനുള്ളിലൊക്കെ നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം. സെയിം സിലബസ് തന്നെയാണെങ്കിൽ ഇതൊക്കെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഇനിയിപ്പോ സിലബസ് ചേഞ്ച് ചെയ്താലും ഇന്ത്യൻ എക്കോണമി അതിലുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്തായാലും നന്നായിട്ട് പഠിക്കുക, കാരണം കുറെ അത്യാവശ്യത്തിലധികം നിങ്ങൾക്ക് ഇത് പഠിക്കാനുണ്ട്. സോ പഞ്ചായത്ത് രാജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സിസ്റ്റം ആണ്. നിങ്ങൾക്കറിയാം, ഓൾറെഡി അതിനെക്കുറിച്ച് ഋഗ്വേദങ്ങളിലൊക്കെ പരാമർശം ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് റൂളിൽ അതിന്റെ ഒരു എവല്യൂഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, 57 മുതലാണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റിന് പ്രാധാന്യം ലഭിച്ചു തുടങ്ങിയത്. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട റെസൊല്യൂഷൻസ്, അതുമായി ബന്ധപ്പെട്ട് വന്ന കമ്മീഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞല്ലോ. 37 പോപ്പുലർ മിനിസ്ട്രീസ് വന്നു, ദെൻ അതും റിസൈൻ ചെയ്തു. പിന്നെ 47 വരെ ഇൻഡിപെൻഡൻസ് വരെ ഒരു 1 man റൂൾ ആയിരുന്നു ഉണ്ടായിരുന്നത്. 1 man റൂൾ എന്ന് പറയാം, ഒരു 1 man റൂൾ ആയിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, 47 ശേഷമാണ് ബ്രിട്ടീഷ് പീരീഡ് എന്ന് പറയുമ്പം പ്രധാനമായിട്ടും ബ്രിട്ടീഷ് പീരീഡിൽ പ്രധാനമായിട്ടും പറയേണ്ടത് ലോർഡ് റിപ്പൺ തുടങ്ങിയവരുടെ കോൺട്രിബ്യൂഷൻസ് ആണ്. ഓക്കെ, സോ ഇവരുടെ ഒക്കെ ഒരുപാട് ലോക്കൽ ബോഡീസ് സ്ട്രെങ്തൻ ചെയ്യാൻ ഇവരൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും നടപ്പിലായില്ല. ഓക്കെ, ബട്ട് ഇതിന്റെയൊക്കെ ബ്രിട്ടീഷ് പീരീഡിൽ ലോക്കൽ ബോഡീസിന് ചെയ്യാൻ ശ്രമിച്ചൊക്കെ റിയൽ ഇന്റൻഷൻ എന്ന് പറയുന്നത് ഒരു കൊളോണിയൽ റൂൾ അല്ലെങ്കിൽ ഒരു ബ്രിട്ടീഷ് റൂള് ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അല്ലാതെ ഒരു ഡെമോക്രാറ്റിക് ഡെവലപ്മെന്റോ ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ ആയിരുന്നില്ല. ഓക്കെ, അവർ ഡീസെൻട്രലൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതൊരു ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ ആയില്ല, പകരം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഡീസെൻട്രലൈസേഷൻ ആയിരുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ഡീസെൻട്രലൈസേഷൻ ആയിരുന്നു മുന്നോട്ട് വെച്ചത് എന്നുള്ളതാണ്. ഓക്കെ, അത് കൊളോണിയൽ ഭരണത്തിന് അല്ലെ ബ്രിട്ടീഷ് ഭരണത്തിന് എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൂൾ ആയിട്ടാണ് അവർ ഡീസെൻട്രലൈസേഷനെ യൂസ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റിനെ കണ്ടിരുന്നത് എന്നുള്ളതാണ്. ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒരിക്കലും ഡെമോക്രാറ്റിക് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അല്ലെ ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ എന്ന ലക്ഷ്യത്തോടു കൂടിയല്ല എന്ത് പഞ്ചായത്ത് രാജിന് അല്ലെ ലോക്കൽ സെൽഫ് ഗവൺമെന്റിന് ഇമ്പോർട്ടൻസ് നൽകിയത്. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഡീസെൻട്രലൈസേഷൻ അഥവാ എന്താ പറയാ ഒരു ബ്രിട്ടീഷ് ഭരണം എളുപ്പമാക്കാനുള്ള കൊളോണിയൽ അഡ്മിനിസ്ട്രേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു ടൂൾ ആയിട്ടാണ് അവർ ലോക്കൽ സെൽഫ് ഗവൺമെന്റിന് ട്രീറ്റ് ചെയ്തിരുന്നത്. ഓക്കെ, ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ജനങ്ങളെ ഡിസിഷൻ മേക്കിങ്ങിന്റെ ഭാഗമാക്കുക, പ്ലാനിങ്ങിന്റെ ഭാഗമാക്കുക, ജനങ്ങളും കൂടി പങ്കാളികളാക്കിക്കൊണ്ടുള്ള പ്ലാനിങ് ആണ്. ഇവിടെ അവർ ജനങ്ങളെ പങ്കാളികളാക്കാൻ ശ്രമിച്ചത് ജസ്റ്റ് ഗവൺമെന്റിന്റെ ഓർഡേഴ്സ് അനുസരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഗവൺമെന്റ് ഓർഡേഴ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഹെൽപ്പായിട്ടാണ് അവർ പീപ്പിളിനെ യൂസ് ചെയ്തത്. ഓക്കെ, ജനങ്ങളെ ഭരണത്തിൽ പങ്കാളികളാക്കിക്കൊണ്ട് ബ്രിട്ടീഷ് ഭരണം കൂടുതൽ എളുപ്പമാക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, സോ 47 ശേഷം ഇൻഡിപെൻഡൻസിന് ശേഷമാണ് പഞ്ചായത്ത് രാജ് എന്ന് പറയുന്ന ഒരു ജനാധിപത്യ സംവിധാനം അല്ലെങ്കിൽ ഒരു ഡെമോക്രാറ്റിക് സംവിധാനം വളർന്നു വന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അതിന് മുമ്പൊക്കെ ഡീസെൻട്രലൈസേഷൻ ഉണ്ടെങ്കിലും അതൊരു ഡെമോക്രാറ്റിക് രീതിയിലായിരുന്നില്ല എന്നുള്ളത്. ജനങ്ങൾ കൂടുതൽ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമാക്കുമ്പം ബ്രിട്ടീഷ് ഗവൺമെന്റിന് അവരുടെ കാര്യങ്ങൾ കുറച്ചുകൂടി 1 man റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെ അവിടെ ഉണ്ടായിരുന്നത് ഒരു ഗവർണർ എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞ പോലെ ഇപ്പൊ പീപ്പിൾ മിനിസ്ട്രീസ്, പോപ്പുലർ മിനിസ്ട്രീസ് അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പോ ഒന്നും കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഒരു 1 man റൂൾ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഗവർണർ എന്ന് പറയുന്ന ഒരു ഭരണ സംവിധാനമായിരുന്നു, അല്ലെ ഗവർണർ എന്ന് പറയുന്ന ഒരു പൊസിഷനിലായിരുന്നു ഭരണം നടന്നിരുന്നത് എന്ന് പറഞ്ഞു. അതാ 1 man റൂൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ ബ്രിട്ടീഷ് പീരീഡ് ഒരുപാട് ഇമ്പോർട്ടൻസ് ആണെന്ന് ഞാൻ പറയില്ല, പക്ഷെങ്കിൽ നിങ്ങൾ അത് മനസ്സിലാക്കും. അതിൽ ലോർഡ് റിപ്പൺ റെസൊല്യൂഷൻ ഒക്കെ ഒന്ന്
നോക്കുക. പിന്നെ ജസ്റ്റ് ഈ കമ്മീഷൻ അല്ലെങ്കിൽ ഈ കമ്മിറ്റി കണ്ടു കഴിഞ്ഞാൽ അത് ബ്രിട്ടീഷ് പീരീഡിൽ ഉള്ളതാണെന്നെങ്കിലും മനസ്സിലാക്കുക എന്നുള്ളതാണ് കേട്ടോ. ബ്രിട്ടീഷ് പീരീഡ് എത്രമാത്രം ഇമ്പോർട്ടന്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ ആഫ്റ്റർ ഇൻഡിപെൻഡൻസിന് ശേഷമാണ് പഞ്ചായത്ത് രാജ് എന്ന് പറയുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു ഡെമോക്രാറ്റിക് രീതിയിലുള്ള ഒരു സംവിധാനം നിലവിൽ വന്നത് എന്നുള്ളതാണ്. സോ ഓൾറെഡി നമ്മൾ ഡീസെൻട്രലൈസേഷൻ പഠിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ, 73rd ആൻഡ് 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആണ് അതിനൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ഒക്കെ നൽകിയെന്നുള്ളത് നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടാവും. ഓക്കെ, സോ ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിലാണ് അണ്ടർ ആർട്ടിക്കിൾ 40 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ആൻഡ് ഇതിന് ഭരണഘടനാപരമായ അംഗീകാരം ലഭിച്ചത് 92-ലാണ്. 92-ല് പാർലമെന്റ് 73rd ആൻഡ് 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് പാസ്സാക്കുന്നു. ആൻഡ് വിച്ച് പ്രൊവൈഡഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ടു ലോക്കൽ ബോഡീസ്. അതിന്റെ ഭാഗമായിട്ട് അല്ലെ 2 അമെന്റ്മെന്റുകൾ വരുന്നു, 73rd 74th. 73rd അമെന്റ്മെന്റിന്റെ ഭാഗമായിട്ടാണ് എന്ത് നിലവിൽ വരുന്നത്, പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിലവിൽ വന്നത്. 73rd amendment led to the establishment of പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ. 1992-ലാണത് പാർലമെന്റ് പാസ്സാക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് 93 ഏപ്രിൽ 24-നാണ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിലവിൽ വന്നത്. 93 ഏപ്രിൽ 24-നാണ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിലവിൽ വന്നത് എന്നുള്ളത് ആലോചിക്കാം. ഓക്കെ, ഇൻഡിപെൻഡൻസിന് ശേഷം 92-ല് പാർലമെന്റ് 73rd ആൻഡ് 4th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് പാസ്സാക്കുന്നു. അതിന്റെ 73rd-ന്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് രാജ് വരുന്നു. 74th-ന്റെ ഭാഗമായിട്ട് മുനിസിപ്പാലിറ്റീസ് വരുന്നു. ഓൾറെഡി ഡീസെൻട്രലൈസേഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, സോ ഇതിൽ കൺഫ്യൂഷൻ ഇല്ലതോ. ആഫ്റ്റർ ഇൻഡിപെൻഡൻസിൽ നമുക്ക് കമ്മിറ്റീസ് ആണ് പറയാനുള്ളത്. ഓൾറെഡി നമ്മൾ പറഞ്ഞ കമ്മിറ്റീസ് ആണ്, അത് ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നു എന്ന് മാത്രം. ഓക്കെ, ഇത്രയും കാര്യങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ടോ? പറഞ്ഞതില് ബ്രിട്ടീഷ് റൂളോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളിൽ പറഞ്ഞതിൽ കൺഫ്യൂഷൻ ഉണ്ടോ? ഞാൻ പറഞ്ഞല്ലോ ബ്രിട്ടീഷ് റൂൾ എത്രമാത്രം, ബ്രിട്ടീഷ് റൂളില് പഞ്ചായത്ത് രാജിന്റെ ആ ഒരു കാര്യങ്ങൾ എത്രമാത്രം ഇമ്പോർട്ടൻസ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, പഞ്ചായത്ത് രാജ് സിസ്റ്റം മനസ്സിലായനല്ലേ? കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ. സോ പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിനെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി അല്ലെ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് കമ്മിറ്റീസ് നിലവിൽ വന്നിട്ടുണ്ട്. അതിൽ കുറെ കമ്മിറ്റീസ് നമ്മൾ പറഞ്ഞു. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കമ്മിറ്റീസ് മാത്രമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അതിലൊന്നാണ് ബൽവന്ത് റായ് മെഹ്ത കമ്മിറ്റി എന്ന് പറയുന്നത്. 1957-ല് റിപ്പോർട്ട് സമർപ്പിച്ച ഒരു കമ്മിറ്റിയാണ് എന്ത്, ബൽവന്ത് റായ് മെഹ്ത കമ്മിറ്റി എന്ന് പറയുന്നത് അല്ലെ. സോ ഓൾറെഡി നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു കമ്മിറ്റി ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് സെറ്റപ്പ് ചെയ്തത്? ടു സ്റ്റഡി ദ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ആൻഡ് നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ്. നമുക്കറിയാം അല്ലെ, 1952 ഒക്ടോബർ 2-ന് നിലവിൽ വന്ന ഒരു ഗ്രാമവികസന പദ്ധതിയാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്, CDP എന്ന് പറയുന്നത്. അതേപോലെ 1953 ഒക്ടോബർ 2-ന് നിലവിൽ വന്ന ഒന്നാണ് നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ്. ഈ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ കുറച്ചുകൂടി വിപുലീകരിച്ചിട്ടുള്ള ഒരു രൂപമാണ് നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് എന്ന് പറയുന്നത്. സോ ഈ പദ്ധതികളുടെ പ്രവർത്തനത്തിനെ പറ്റി പഠിക്കുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ അതിന്റെ റെക്കമെൻഡേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി നിലവിൽ വന്ന അല്ലെങ്കിൽ സെറ്റപ്പ് ചെയ്ത ഒരു കമ്മിറ്റിയാണ് ബൽവന്ത് റായ് മെഹ്ത കമ്മിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, and make recommendation regarding the involvement of the community in the decision making, planning and implementation process for the success of CD project. CD project ആണ് community development project അല്ലെ പ്രോഗ്രാം എന്ന് പറയാം. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം അല്ലെങ്കിൽ NES പ്രോഗ്രാം സക്സസ് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണെന്നുള്ള അതൊക്കെയാണെന്ന് ഈ കമ്മിറ്റിയുടെ ലക്ഷ്യം. അതിന് വേണ്ടിയിട്ടുള്ള മെത്തേഡുകൾ, മെഷർമെന്റുകൾ റെക്കമെൻഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു കമ്മിറ്റിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ടു സ്റ്റഡി ദ വർക്കിംഗ് ഓഫ് CDP ആൻഡ് നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ്. ഈ ഒരു കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത് 1957-ലാണ്.
So അത് recommend a 3-tier panchayat raj system. അല്ലെ, ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടാണ് എന്താണ് 3-tier പഞ്ചായത്ത് രാജ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വില്ലേജ്, ബ്ലോക്ക് ആൻഡ് ഡിസ്ട്രിക്ട് ലെവൽ, ഈ 3 ലെവലിലുള്ള ഒരു പഞ്ചായത്ത് രാജ് സിസ്റ്റം. അതായിരുന്നു കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തത്. ഓക്കെ, അത് കുറച്ചുകൂടി എന്താണ് 3-tier പഞ്ചായത്ത് രാജ് സിസ്റ്റം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും മുകൾ തട്ടിൽ എന്താണ്? ഡിസ്ട്രിക്ട് പഞ്ചായത്താണ്. ഏറ്റവും ടോപ്പിൽ ഡിസ്ട്രിക്ട് പഞ്ചായത്താണ്. ഏറ്റവും താഴെ തട്ടിൽ, അതായത് വില്ലേജ് ലെവലിലുള്ളതാണ് ഗ്രാമപഞ്ചായത്ത്. വില്ലേജ് പഞ്ചായത്ത് അഥവാ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയും. ഏറ്റവും ഇതിന്റെ ഒരു റെക്കമെൻഡേഷൻ ഗ്രാമവികസന പദ്ധതികളിൽ ലോക്കൽ പാർട്ടിസിപ്പേഷൻ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഒരു 3-tier പഞ്ചായത്ത് രാജ് സിസ്റ്റം കമ്മിറ്റി മുന്നോട്ട് വെച്ചത്. അല്ലെ, സോ ഗ്രാമപഞ്ചായത്ത് എന്ത് ചെയ്യുന്നു? ലോക്കൽ ഡെവലപ്മെന്റ് നീഡ്സ് ആർ ഡിസ്കസ്ഡ് അറ്റ് ദി ഗ്രാമസഭാസ്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ഗ്രാമസഭകളിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെ, വില്ലേജ് ലെവലിലുള്ള ഗ്രാമസഭകളിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? ഇതാണ് ഗ്രാമപഞ്ചായത്തിലേക്ക് എത്തിക്കുന്നത്. ഡിമാൻഡ്സ് ജനറേറ്റഡ് ആർ കമ്പൈൽഡ് ആൻഡ് പ്രസന്റഡ് ഇൻ ഫോം ഓഫ് പ്ലാൻസ്. ഈ ഡിമാൻഡുകൾ പ്ലാൻ ആയിട്ട് ഗ്രാമപഞ്ചായത്തിൽ എന്ത് ചെയ്യുന്നു? ഡ്രാഫ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ദെൻ ഇത് എന്ത് ചെയ്യുന്നു? ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വരുന്നു. The projects submitted by Grama Panchayat are listed and submitted to district panchayat on the basis of the preference. ഗ്രാമപഞ്ചായത്ത് എന്ത് ചെയ്യും? ബ്ലോക്ക് പഞ്ചായത്തിന് ഈ പ്ലാനുകൾ സബ്മിറ്റ് ചെയ്യും. ഈ കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ട് ഇത് എന്ത് ചെയ്യും? ഡിസ്ട്രിക്ട് പഞ്ചായത്തിലേക്ക് സബ്മിറ്റ് ചെയ്യുന്നതാണ്. ബ്ലോക്ക് പഞ്ചായത്ത് സബ്മിറ്റ് ചെയ്യുന്ന പ്ലാനുകൾ അല്ലെങ്കിൽ ഡിസിഷൻസ് എന്ത് ചെയ്യുന്നു? അത് എക്സാമിൻ ചെയ്യുകയാണ് ആര് ചെയ്യുന്നത്? ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ചെയ്യുന്നത്. എന്നിട്ട് അത് സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന് കൈമാറുക എന്നുള്ളതാണ്. ഓക്കെ, ഏറ്റവും ഹൈ ലെവലിൽ നിൽക്കുന്നത് ഏതാണ്? ഡിസ്ട്രിക്ട് പഞ്ചായത്താണ്. ഇതൊരു അഡ്വൈസറി ബോഡി മാത്രമാണ്. അല്ലെ, വാസ് ടു ബി ആൻ അഡ്വൈസറി ബോഡി ഓൺലി. ഡിസ്ട്രിക്ട് അല്ലെ ഹൈ ലെവൽ ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ആക്ട് ആസ് എ അഡ്വൈസറി ബോഡി ഓൺലി. സോ 57 നിലവിൽ വന്ന കമ്മിറ്റിയാണ്. എന്തിനു വേണ്ടിയിട്ട്? പഞ്ചായത്ത് രാജിന് വേണ്ടിയിട്ട് നിലവിൽ വന്ന കമ്മിറ്റിയാണ് ബൽവന്ത് റായ് മെഹ്ത കമ്മിറ്റി. ആ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ആയിരുന്നു ഒരു 3-tier പഞ്ചായത്ത് രാജ് സിസ്റ്റം എന്ന് പറയുന്നത്. അതാണ് ഇമ്പോർട്ടന്റ് കേട്ടോ. ഈ 57 കമ്മിറ്റി, അതായത് ബൽവന്ത് റായ് മെഹ്ത. പിന്നെ ഒരു കാര്യം, ബൽവന്ത് റായ് മെഹ്തയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല. സോ ബൽവന്ത് റായ് മെഹ്തയാണ് ഫാദർ ഓഫ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് കേട്ടോ. ഫാദർ ഓഫ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? ബൽവന്ത് റായ് മെഹ്ത ആണ്. ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരായിരുന്നു? സ്പീഡ് ആവുന്നുണ്ടോ? കുറച്ചധികം സ്പീഡ് ആവുന്നുണ്ടോ? എന്തെങ്കിലും പറയാട്ടോ, അറിയില്ല. സ്പീഡ് ആവുന്നുണ്ടോ? അറിയില്ലേ? യെസ്, ലോർഡ് റിപ്പൺ ആയിരുന്നു ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബൽവന്ത് റായ് മെഹ്തയാണ്. സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഓൾറെഡി നമ്മൾ ഇതിന്റെ ഒരു ബേസിക് ഐഡിയ തന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ഓക്കെ, പിന്നെ ഒരു കാര്യം, കുറച്ച് ഫാക്ട്സുകൾ എഴുതി വെക്കുക. ഈ ഒരു ബൽവന്ത് റായ് മെഹ്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്, അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ പ്രകാരം 1959 ഒക്ടോബർ 2 ഓക്കെ 1959 ഒക്ടോബർ 2 ആദ്യത്തെ പഞ്ചായത്ത് രാജ് സംവിധാനം ഇന്ത്യയിൽ ആരംഭിച്ചു. ഓക്കെ, ബൽവന്ത് റായ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരം 1959 ഒക്ടോബർ 2 ഫസ്റ്റ് പഞ്ചായത്ത് രാജ് സിസ്റ്റം ഇന്ത്യയിൽ ആരംഭിച്ച സ്റ്റേറ്റ് എന്ന് പറയുന്നത് രാജസ്ഥാൻ ആണ് കേട്ടോ. ആരംഭിച്ച സ്റ്റേറ്റ് രാജസ്ഥാനിലെ നാഗൗർ എന്ന് പറയുന്ന ഒരു ജില്ലയിലാണ് ഇത് ആരംഭിച്ചത്. ഓക്കെ, നാഗൗർ എന്ന് പറയുന്ന ജില്ലയിലാണ് ആദ്യ പഞ്ചായത്ത് രാജ് സിസ്റ്റം ആരംഭിച്ചത്. ബൽവന്ത് റായ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരം ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചായത്ത് രാജ് സിസ്റ്റം ആരംഭിച്ചത് രാജസ്ഥാനിലെ നഗൗർ എന്ന് പറയുന്ന ജില്ലയിലാണ്. ഓക്കെ,
ദെൻ സെക്കൻഡ് അത് ആരംഭിച്ചത് പിന്നീട് പല സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കി. ദെൻ സെക്കൻഡ് ആരംഭിച്ചത് അതുകൂടി ഒന്ന് ഓർത്ത് വെക്കുക, ആന്ധ്രാപ്രദേശിലാണ്. ഓക്കെ, സെക്കൻഡ് എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിലാണ്. അതുപോലെ ആരംഭിച്ച ആദ്യ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് ആണെങ്കിൽ അത് ആന്ധ്രാപ്രദേശിലാണ് കേട്ടോ. പഞ്ചായത്ത് രാജ് സംവിധാനം ആരംഭിച്ച ഫസ്റ്റ് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് ആണെങ്കിൽ അത് ആന്ധ്രയാണ്. പിന്നീട് ആന്ധ്രാപ്രദേശിൽ വന്നു. പിന്നെ ഭരണഘടനാ ഭേദഗതി നമ്മൾ പറഞ്ഞു 73, അത് ലാസ്റ്റ് നമുക്ക് പറയുന്നുണ്ട്. എന്നാലും 73, 74th അമെന്റ്മെന്റ് നടത്തിയത് 93 അല്ലെ, 92 ആണ് പാർലമെന്റ് 73 ആൻഡ് 74th അമെന്റ്മെന്റുകൾ നടപ്പിലാക്കിയത്. അത് നിയമമായിട്ട് നിലവിൽ വന്നത് 1993 സോ 93 ശേഷം, അതായത് ഭരണഘടനാ ഭേദഗതിക്ക് ശേഷം, അമെന്റ്മെന്റിന് ശേഷം പഞ്ചായത്ത് രാജ് നടപ്പിലാക്കിയത് മധ്യപ്രദേശിലാണ് കേട്ടോ. മധ്യപ്രദേശിലാണ്. അതും ഒന്ന് ഓർത്തു ഇതിന്റെ കൂടെ. 93 ശേഷമാണ് കേട്ടോ. അതായത് ആഫ്റ്റർ 1993. ഇയർ കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല, ഇയർ ആവശ്യമില്ല. ആഫ്റ്റർ 1993 അമെന്റ്മെന്റിന് ശേഷം 73rd അമെന്റ്മെന്റിന് ശേഷം മധ്യപ്രദേശിലാണ് പഞ്ചായത്ത് രാജ് ആദ്യമായിട്ട് നടപ്പിലാക്കിയത്. ഓക്കെ, നെക്സ്റ്റ് കമ്മിറ്റിയാണ് കെ സന്താനം കമ്മിറ്റി എന്ന് പറയുന്നത്. 1963 കമ്മിറ്റിയാണ് കെ സന്താനം കമ്മിറ്റി എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് കെ സന്താനം കമ്മിറ്റി നിലവിൽ വന്നത്? ഇതിന്റെ ചെയർമാൻ കെ സന്താനാണ് കേട്ടോ. അത് അവര് ആരാണോ ഹെഡ്, അവരുടെ പേരിലാണ് കമ്മിറ്റി അറിയപ്പെടുന്നത്. ഹെഡഡ് ബൈ കെ സന്താനം. സോ 63 നിലവിൽ വന്നു. ടു ലുക്ക് ഇൻ ടു ദ ഫൈനാൻസസ് ഓഫ് ദി പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എന്തിനു വേണ്ടിയിട്ടാണ് നിലവിൽ വന്നത്? പഞ്ചായത്ത് രാജിന്റെ സാമ്പത്തിക പ്രസക്തിയുള്ള കാര്യങ്ങളിൽ ശുപാർശകൾ നടത്തുക എന്നതായിരുന്നു ലക്ഷ്യം. ഫൈനാൻഷ്യൽ മാറ്റേഴ്സിൽ റെക്കമെൻഡേഷൻ നടത്തുക. ഓക്കെ, ഫൈനാൻഷ്യൽ മാറ്റേഴ്സിൽ റെക്കമെൻഡേഷൻ നടത്തുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഈ ഒരു കമ്മിറ്റി നിലവിൽ വന്നത്. ഇതിന്റെ പ്രധാന റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരുന്നു? പഞ്ചായത്ത് ഷുഡ് ഹാവ് സ്പെഷ്യൽ പവർ ടു ലെവി ടാക്സസ്. പഞ്ചായത്തിന് എന്ത് ചെയ്യുക? സ്പെഷ്യൽ പവർ കൊടുക്കുക. ഇതിനു വേണ്ടിയിട്ട് ടാക്സ് ഇമ്പോസ് ചെയ്യാനുള്ള, ലൈക്ക് ഏതൊക്കെ ടാക്സുകൾ? ലാൻഡ് റവന്യൂ ടാക്സുകൾ, ഹോൺ ടാക്സുകൾ തുടങ്ങിയ ടാക്സുകൾ ഇമ്പോസ് ചെയ്യാനുള്ള അധികാരം, ചുമത്താനുള്ള അധികാരങ്ങൾ പഞ്ചായത്തിന് നൽകുക. പിന്നെന്താ? സംസ്ഥാന തലത്തിലുള്ള എല്ലാ ഗ്രാന്റുകളും വിവിധ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് നൽകുക എന്നുള്ളതായിരുന്നു. ഓൾ ഗ്രാന്റ്സ് അറ്റ് ദി സ്റ്റേറ്റ് ലെവൽ ഷുഡ് ബി സെൻഡ് ടു പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ. സംസ്ഥാന തലങ്ങളിലുള്ള എല്ലാ ഗ്രാന്റ്സുകളും പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നൽകുക. അതുപോലെ പഞ്ചായത്ത് രാജ് ഫൈനാൻസ് കോർപ്പറേഷൻ അല്ലെങ്കിൽ പഞ്ചായത്ത് രാജ് ഫിനാൻസ് കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനം സെറ്റപ്പ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? പഞ്ചായത്ത് രാജിന്റെ ഫൈനാൻഷ്യൽ നീഡുകളെ ടേക്ക് കെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പഞ്ചായത്ത് രാജ് ഫിനാൻസ് കോർപ്പറേഷൻ സ്ഥാപിക്കുക. ഇതൊക്കെയായിരുന്നു ഈ ഒരു കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കെ സന്താനം കമ്മിറ്റി പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട ഒരു കമ്മിറ്റിയാണ് കെ സന്താനം കമ്മിറ്റി എന്ന് പറയുന്നത്. ചെയർമാൻ ആരാണ്? കെ സന്താനമായിരുന്നു ചെയർമാൻ എന്ന് പറയുന്നത്. സോ എന്തൊക്കെയാണ്, എന്തിനു വേണ്ടിയിട്ടാണ് നിലവിൽ വന്നത്? ഫൈനാൻഷ്യൽ മാറ്റേഴ്സ് ശ്രദ്ധിക്കുക, അല്ലെ ഫൈനാൻഷ്യൽ മാറ്റേഴ്സിന് റെക്കമെൻഡേഷൻ നടത്തുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇത് നിലവിൽ വന്നത്. അതിൽ മേജർ റെക്കമെൻഡേഷൻസ് ഒന്ന് എന്താണ്? എങ്ങനെ റവന്യൂ കളക്ട് ചെയ്യാം എന്നുള്ളതാണ്. പഞ്ചായത്തിന് ടാക്സുകൾ ഇമ്പോസ് ചെയ്യാനുള്ള ചുമതല നൽകുക, ഗ്രാന്റ്സുകൾ പഞ്ചായത്തിലേക്ക് സെൻഡ് ചെയ്യുക, പിന്നെ ഫണ്ട് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫിനാൻസ് കോർപ്പറേഷൻ സ്ഥാപിക്കുക. ഇതൊക്കെ ആയിരുന്നു കമ്മിറ്റിയുടെ മേജർ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് അശോക് മെഹ്ത കമ്മിറ്റി ആണ് കേട്ടോ. അശോക് മെഹ്ത കമ്മിറ്റി ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഡീസെൻട്രലൈസേഷൻ പറയുന്ന സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കമ്മിറ്റിയാണ് അശോക് മെഹ്ത കമ്മിറ്റി എന്ന് പറയുന്നത്, അല്ലെ. സോ അശോക് മെഹ്ത കമ്മിറ്റി 77 മൊറാർജി സർക്കാർ, അല്ലെ, ആ ഒരു സമയത്ത് ജനതാ ഗവൺമെന്റ് അധികാരത്തിൽ നിലവിൽ വന്നൊരു കമ്മിറ്റിയാണ് അശോക മെഹ്ത കമ്മിറ്റി എന്ന് പറയുന്നത്, അല്ലെ.
when Janata government came into power at the center in 1977 നിലവിൽ വന്നത് എന്നുള്ളതാണ്. റിപ്പോർട്ട് സമർപ്പിച്ചത് 1978 കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത് നിലവിൽ വന്നത് 77 കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത് 78 എന്തിനു വേണ്ടിയിട്ട് നിലവിൽ വന്നു എന്നുള്ളതാണ്. ടു റിവ്യൂ ആൻഡ് സജസ്റ്റ് മെഷേഴ്സ് ടു സ്ട്രെങ്തൻ ദി പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ വിശകലനം ചെയ്യുക, അത് സ്ട്രെങ്തൻ ചെയ്യാനുള്ള മെഷേഴ്സ് സജസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു അശോക് മേത്ത കമ്മിറ്റിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. സോ ഈ കമ്മിറ്റി അറിയപ്പെടുന്നത് കമ്മിറ്റി ഓൺ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കമ്മിറ്റി ഓൺ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നാണ് കമ്മിറ്റി അറിയപ്പെട്ടിരുന്നത്. പിന്നെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന്, ടു ടയർ സിസ്റ്റം അല്ലെ, ഒരു ദ്വിതല പഞ്ചായത്ത് സംവിധാനം നടപ്പിലാക്കുക എന്നുള്ളതായിരുന്നു. എന്താണ് ഇത്? മണ്ഡൽ പഞ്ചായത്ത് ആൻഡ് ജില്ലാ പരിഷത്ത്. ജില്ലാ പരിഷത്ത് എന്ന് പറയുമ്പോൾ ഡിസ്ട്രിക്ട് പഞ്ചായത്താണ് കേട്ടോ. ജില്ലാ പരിഷത്ത് അല്ലെ, മുകൾത്തട്ടിൽ ജില്ലാ പരിഷത്തും താഴ്ത്തട്ടില് മണ്ഡൽ പഞ്ചായത്തും ഉള്ള, എങ്ങനെയാണ് മണ്ഡൽ പഞ്ചായത്തുള്ള ബ്ലോക്ക് പഞ്ചായത്ത് ഉള്ള ഒരു ദ്വിതല പഞ്ചായത്ത് സംവിധാനമായിരുന്നു അശോക് മേത്ത കമ്മിറ്റി മുന്നോട്ട് വെച്ചത്. ഓക്കെ, സോ പിന്നെ അനദർ ഒരു റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് there should be a 4-year term for പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ കാലാവധി അല്ലെ പ്രവർത്തനം എന്ത് ചെയ്യുക, പ്രവർത്തന കാലാവധി 4 വർഷമായിട്ട് എന്ത് ചെയ്യുക, നിശ്ചയിക്കുക എന്നുള്ളതായിരുന്നു അനദർ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. അതുപോലെ പൊളിറ്റിക്കൽ പാർട്ടീസ് ഷുഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ ഇലക്ഷൻസ്. പൊളിറ്റിക്കൽ പാർട്ടീസ് ഇലക്ഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. there should both functional and financial devolution എന്നുള്ളതാണ്. അതായത് പഞ്ചായത്ത് രാജിന് പ്രവർത്തിക്കാനും അതുപോലെ സാമ്പത്തികമായിട്ടുള്ള ഒരു ഫങ്ഷണൽ ആൻഡ് ഫിനാൻഷ്യൽ ഡെവല്യൂഷൻ നൽകുക എന്നുള്ളതായിരുന്നു അനദർ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അശോക് മേത്ത കമ്മിറ്റിയുടെ. നിങ്ങൾക്ക് ഞാൻ സ്പീഡ് കുറക്കണോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഈ സ്പീഡ് ഓക്കെ ആണോ? ഒന്ന് കമന്റ് ചെയ്യണേ. ആരും ഒന്നും മിണ്ടുന്നില്ല. ഓക്കെ ആണല്ലോ? പിന്നെ അനദർ കമ്മിറ്റിയാണ് GVK റാവു കമ്മിറ്റി എന്ന് പറയുന്നത്. GVK റാവു കമ്മിറ്റി 1985 നമ്മൾ അവിടെ കുറച്ച് വേറെ ഹനുമന്ത് റാവു കമ്മിറ്റി ഒക്കെ പറഞ്ഞിരുന്നു. അത് നിങ്ങൾ അവിടെ നോക്കിയാൽ മതി കേട്ടോ. ഞാൻ ഇതിൽ കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്മിറ്റീസ് മാത്രമേ പറയുന്നുള്ളൂ. ഡീസെൻട്രലൈസേഷന്റെ ഭാഗത്ത് നമ്മൾ കുറച്ചുകൂടി കമ്മിറ്റീസ് പറഞ്ഞിരുന്നു. ഓക്കെ, അതിലില്ലാത്തതും കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത്, അതിൽ പറഞ്ഞ സെയിം കമ്മിറ്റീസ് വേറെ പറയുന്നില്ല. കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ട കമ്മിറ്റീസ് മാത്രമാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. സോ GVK റാവു കമ്മിറ്റി എന്ന് പറയുന്നത് 85 നിലവിൽ വന്ന കമ്മിറ്റിയാണ്. 86 ഈ ഒരു കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് നിലവിൽ വന്നത്? GVK റാവു റെക്കമെൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് അറേഞ്ച്മെന്റ്സ് ഫോർ റൂറൽ ഡെവലപ്മെന്റ്. റൂറൽ അല്ലെ അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ അതിന്റെ ഭരണമാർഗം അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് അറേഞ്ച്മെന്റ്, ഗ്രാമവികസനത്തിന് വേണ്ടിയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് അറേഞ്ച്മെന്റ് റെക്കമെൻഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ ഒരു കമ്മിറ്റിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, സോ അതായത് പിന്നെ ഡിസ്ട്രിക്ട് ലെവലിലുള്ള ഒരു പ്ലാനിങ് അല്ലെ GVK റാവു കമ്മിറ്റി മുന്നോട്ട് വെച്ചോന്ന് ഡിസ്ട്രിക്ട് പ്ലാനിങ്, ജില്ലാടിസ്ഥാനത്തിലുള്ള ഒരു പ്ലാനിങ് അല്ലെങ്കിൽ ആസൂത്രണം ശുപാർശ ചെയ്ത ഒരു കമ്മിറ്റിയാണ് ഇതിന്റെ മേജർ റെക്കമെൻഡേഷൻ ആണെന്ന് പഞ്ചായത്ത് രാജ് അറ്റ് ദി ഡിസ്ട്രിക്ട് ലെവൽ എന്ന് പറയുന്നത്. ആൻഡ് below should be given the task of planning. ഡിസ്ട്രിക്ട് ലെവൽ പ്ലാനിങ്ങിനാണ് ഇത് കൂടുതൽ പ്രാധാന്യം നൽകിയത്. പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ അറ്റ് ദി ഡിസ്ട്രിക്ട് ലെവൽ ആൻഡ് below should be given the task of planning, implementation and monitoring rural development programs എന്നുള്ളതാണ്. ഇവിടെ ഒരു ബ്ലോക്ക് ഷുഡ് ബി ദ കീ എലമെന്റ് ഇൻ റൂറൽ ഡെവലപ്മെന്റ് പ്രോസസ്. റൂറൽ ഡെവലപ്മെന്റ് പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ബ്ലോക്ക് ലെവലിന് ഒരു കീ എലമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക എന്നുള്ളതും ഇതിന്റെ ഒരു റെക്കമെൻഡേഷൻ ആയിരുന്നു. ഓക്കെ, ജില്ലാടിസ്ഥാനത്തിലുള്ള ആസൂത്രണമാണ് ഇത് റെക്കമെൻഡ് ചെയ്തത്. ജില്ലാടിസ്ഥാനത്തിലുള്ള ആസൂത്രണം റെക്കമെൻഡ് ചെയ്ത ഒരു കമ്മിറ്റിയാണ് GVK റാവു കമ്മിറ്റി. ബ്ലോക്കിനെ ഒരു കീ എലമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക എന്നുള്ളതും അവരുടെ ഒരു മേജർ റെക്കമെൻഡേഷൻ ആയിരുന്നു. അനദർ കമ്മിറ്റിയാണ് LM സിഗ്ബി കമ്മിറ്റി എന്ന് പറയുന്നത്. LM സിഗ്ബി കമ്മിറ്റി 1986 നിലവിൽ വന്ന ഒരു കമ്മിറ്റിയാണ്. രാജീവ് ഗാന്ധി ഗവൺമെന്റിന്റെ പീരീഡിൽ നിലവിൽ വന്ന ഒരു കമ്മിറ്റിയാണ് LM സിഗ്ബി കമ്മിറ്റി എന്ന് പറയുന്നത്.
അതായത് ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ലോക്കൽ സെൽഫ് ഗവൺമെന്റിന് ഒരു ഭരണഘടനാപരമായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണലി റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ അവർ മുന്നോട്ട് വെച്ച ഒരു മേജർ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. പഞ്ചായത്തുകളെ അല്ലെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റിനെ ഭരണഘടനാപരമായിട്ട് അംഗീകരിക്കുക, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഭരണഘടനാപരമായി അംഗീകരിക്കുക, അല്ലെ പഞ്ചായത്ത് രാജിനെ ഭരണഘടനാപരമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷണലി റെക്കഗ്നൈസ് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യുക, അവരെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ ഒരു കമ്മിറ്റിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അല്ലെ അതിന്റെ അതിന് ഭാഗമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു ന്യൂ ചാപ്റ്റർ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഓക്കെ, ആൻഡ് അനദർ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ പാർട്ടീസ് ഷുഡ് നോട്ട് ബി ഇൻവോൾവ്ഡ് ഇൻ ദി പഞ്ചായത്ത് ഇലക്ഷൻസ് എന്നുള്ളതാണ്. പൊളിറ്റിക്കൽ പാർട്ടീസിനെ പഞ്ചായത്ത് ഇലക്ഷൻസിൽ ഉൾപ്പെടുത്താതിരിക്കുക. ഇതൊക്കെയായിരുന്നു സിഗ്ബി കമ്മിറ്റിയുടെ പ്രധാന റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഈ ഒരു കമ്മിറ്റി മുന്നോട്ട് വെച്ച ഒന്നാണ് ന്യായ പഞ്ചായത്ത് എന്ന് പറയും. ന്യായ പഞ്ചായത്ത് എന്ന് പറയുന്ന ഒരു ആശയവും മുന്നോട്ട് വെച്ച കമ്മിറ്റിയാണ് എല്ലാം സിഗ്ബി കമ്മിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് തുങ്കോൺ കമ്മിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തുങ്കൺ കമ്മിറ്റി എന്ന് പറയുന്നത്. അതിനു മുമ്പ് ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു, ജസ്റ്റ് ഇവിടെ എഴുതാം, 1900 ഗാഡ്ഗിൽ കമ്മിറ്റി എന്ന് പറയും. 1988 വന്നൊരു കമ്മിറ്റിയാണ് ഗാഡ്ഗിൽ കമ്മിറ്റി. 1988 വന്ന കമ്മിറ്റിയാണ് ഗാഡ്ഗിൽ കമ്മിറ്റി. അതിന്റെ ചെയർമാൻ BN ഗാഡ്ഗിൽ ആയിരുന്നു. അതായത് മികച്ച പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളെ എങ്ങനെ കാര്യക്ഷമമാക്കാം എന്ന് ശുപാർശ ചെയ്ത ഒരു കമ്മീഷൻ, അല്ലെ അതിനുവേണ്ടി റെക്കമെൻഡേഷൻസ് പ്രൊവൈഡ് ചെയ്ത ഒരു കമ്മീഷനാണ് ഗാഡ്ഗിൽ കമ്മിറ്റി എന്ന് പറയുന്നത്. അതായത് ബെസ്റ്റ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ എഫിഷ്യൻസി എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം. ഓൾറെഡി ബെസ്റ്റ് ആണ്, അവരുടെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ബെസ്റ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റെക്കമെൻഡേഷൻസ് ആണ് അത് മുന്നോട്ട് വെച്ചത്. സോ ഗാഡ്ഗിൽ കമ്മിറ്റി. ദെൻ അതുപോലെ 89 ഒരു കമ്മിറ്റി വന്നു, അതാണ് PK തുങ്കൺ കമ്മിറ്റി എന്ന് പറയുന്നത്. 89 അത് റിപ്പോർട്ട് സമർപ്പിച്ചത്. കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത് 89. ലക്ഷ്യം എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ റെക്കഗ്നിഷൻ, ലോക്കൽ ഗവൺമെന്റ് ബോഡീസിന് കോൺസ്റ്റിറ്റ്യൂഷണൽ റെക്കഗ്നിഷൻ നൽകുക, അല്ലെങ്കിൽ ഭരണഘടനാപരമായിട്ടുള്ള ഒരു അംഗീകാരം നൽകണം എന്ന് പറഞ്ഞ 89 ഒരു കമ്മീഷനാണ് തുങ്കോൺ കമ്മിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഭരണഘടനാ ഭേദഗതി നടത്തി തദ്ദേശ സ്ഥാപനങ്ങൾക്ക്, ലോക്കൽ സെൽഫ് ഗവൺമെന്റിന് ഭരണഘടനാപരമായിട്ടുള്ള അംഗീകാരം നൽകുക, അതിനുശേഷം തെരഞ്ഞെടുപ്പുകൾ നടത്തുക എന്നൊക്കെ മുന്നോട്ട് വെച്ചൊരു കമ്മിറ്റിയാണ് തുങ്കോൺ കമ്മിറ്റി എന്ന് പറയുന്നത്. 1989 നിലവിൽ വന്നത്. ഓക്കെ, സോ ഇതൊക്കെയാണ് പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട മേജർ കമ്മിറ്റീസ് എന്ന് പറയുന്നത്. ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് 1992 എന്ത് സംഭവിച്ചു? 73rd and 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് സംഭവിച്ചു, അല്ലെ നമുക്കറിയാം. അതിന്റെ ഭാഗമായിട്ട് 93 പഞ്ചായത്ത് രാജ് ആക്ട്, അല്ലെ 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ ആക്ട് നിലവിൽ വന്നു. 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ ആക്ട്, 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ ആക്ട് നിലവിൽ വന്നു. അമെന്റ്മെന്റ്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് നടന്നു. അതിന്റെ ഭാഗമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് നിലവിൽ വന്നു 93 ഏപ്രിൽ 24. ഇറ്റ് ലെഡ് ടു ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഭരണഘടനാപരമായിട്ടുള്ള അംഗീകാരം ലഭിച്ചു. പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓൾറെഡി ഉണ്ടായിരുന്നു. അതിന് 93 പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഭരണഘടനാപരമായിട്ടുള്ള അംഗീകാരം ലഭിക്കുകയും അത് നിലവിൽ വരികയും ചെയ്തു എന്നുള്ളതാണ്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ 73rd അമെന്റ്മെന്റ് എന്ന് പറയുന്നത് ഇസ് ഇൻക്ലൂഡഡ് ഇൻ ദി 11th ഷെഡ്യൂൾ, 11th ഷെഡ്യൂൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അതിൽ 29 സബ്ജക്ട്സുകൾ വരുന്നുണ്ട്. 29, അതായത് ഈ അമെന്റ്മെന്റുകൾ പുതിയ ഒരു ഷെഡ്യൂളിലാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അതാണ് 11th ഷെഡ്യൂൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ 11th ഷെഡ്യൂളിലാണ് the powers, authority and responsibility of പഞ്ചായത്തിന്റെ പവേഴ്സ്, റെസ്പോൺസിബിലിറ്റികളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു ഷെഡ്യൂളാണ് 11th ഷെഡ്യൂൾ. ഇറ്റ് കണ്ടെയ്ൻസ് 29 സബ്ജക്ട് that are to be transferred to പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അല്ലെങ്കിൽ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അധികാരമുള്ള ഒരു 29 ഏരിയാസ് ആണ് ഇതിൽ വരുന്നത്. ഓക്കെ, ഇതൊക്കെ ഈ സബ്ജക്ട്സുകൾ, ഈ 29 സബ്ജക്ട്സും
മുന്നേ സ്റ്റേറ്റ് ലിസ്റ്റിൽ 7th ഷെഡ്യൂളിലായിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് ഇറ്റ് ട്രാൻസ്ഫർ ടു സ്റ്റേറ്റ് ട്രാൻസ്ഫർ ദ റെസ്പോൺസിബിലിറ്റി, അതോറിറ്റി ആൻഡ് റിസോഴ്സസ് ടു പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ ദീസ് 29 ഏരിയാസ്. ഈ 29 ഏരിയകളിലുമുള്ള പവറും അധികാരം ഉത്തരവാദിത്വം ഒക്കെ റിസോഴ്സസ് ഒക്കെ പഞ്ചായത്ത് രാജിന് ട്രാൻസ്ഫർ ചെയ്ത് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. 29 ഏരിയാസ് എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അഗ്രികൾച്ചർ, ലാൻഡ് ഇറിഗേഷൻ, പ്രൈമറി എഡ്യൂക്കേഷൻ, റോഡ്, റൂറൽ ഇലക്ട്രിഫിക്കേഷൻ, വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ്, ഫിഷറീസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. 29 സബ്ജക്ട്സുകൾ വരുന്നുണ്ട്. 73rd amendment 1992 is included in the 11th schedule of the constitution. അതൊന്നും ഓർത്തിരിക്കാം. ജസ്റ്റ് അതേ ആർട്ടിക്കിൾ ഒന്ന് പറയുന്നതാണ്. 243G ഈ പവേഴ്സ് അതോറിറ്റി ഇത് പറയുന്നത്. പവേഴ്സ്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് പഞ്ചായത്ത്. ഓക്കെ, 11th ഷെഡ്യൂൾ ആണെന്നുള്ളത് കൂടി ഒന്ന് ഓർക്കുക. ഇതൊന്നും പഠിക്കണ്ട കേട്ടോ, ജസ്റ്റ് ഞാൻ ആ ഒരു ആർട്ടിക്കിൾ അതുപോലെ എന്താ പറയുന്നത് എന്നുള്ളത് കട്ട് ചെയ്തെടുത്തതേ ഉള്ളൂ. 11th ഷെഡ്യൂൾ ആണ്, 29 സബ്ജക്ട്സ് ഉണ്ട് എന്നുള്ളതൊന്നും ഓർക്കാം. പിന്നെ എന്തൊക്കെയാണ് പഞ്ചായത്തിന്റെ റെസ്പോൺസിബിലിറ്റീസ്, പവേഴ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്നുള്ളതാണ്. ഒന്ന്, പ്രിപ്പയർ പ്ലാൻസ് ആൻഡ് സ്കീംസ് ഫോർ എക്കണോമിക് ഡെവലപ്മെന്റ്. പിന്നെ പ്രൊമോട്ട് സ്കീംസ് ദാറ്റ് വിൽ എൻഹാൻസ് സോഷ്യൽ ജസ്റ്റിസ്. ലെവി, കളക്ട് ആൻഡ് അപ്രോപ്രിയേറ്റ് ടാക്സസ്, ഡ്യൂട്ടീസ്, ടോൾസ് ആൻഡ് ഫീസ്. അതുപോലെ ഗവൺമെന്റ് റെസ്പോൺസിബിലിറ്റീസ് അല്ലെ, ഹെൽപ്സ് ഇൻ ദി ഡെവല്യൂഷൻ ഓഫ് ഗവൺമെന്റ് റെസ്പോൺസിബിലിറ്റീസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാന്നുള്ളതാണ്. എസ്പെഷ്യലി ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓർ ഫിനാൻസസ് ടു ലോക്കൽ അതോറിറ്റീസിന് ഫിനാൻസസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇതൊക്കെയാണ് മേജർ പവേഴ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് പഞ്ചായത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്.